ശ്രീ എൻ പി ബാലകൃഷ്ണൻ അദ്ദേഹം റിട്ടയർഡ് ഇന്റലിജൻസ് SP ആണ്. ശ്രീ എൻ പി ബാലകൃഷ്ണൻ ഇപ്പോൾ ഞാൻ ഇന്നലെയും ചോദിച്ചതാണ്, ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം അത് സാധ്യമല്ല എന്നാണോ? കാരണം ഇന്നിപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പറഞ്ഞ അതിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ചില നടപടിക്രമങ്ങളുണ്ട്, ആ നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കൂ എന്നാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമല്ല എന്ന് മുഖ്യമന്ത്രി MLAയോട് പറയുന്നു. അങ്ങനെയാണോ കാര്യങ്ങൾ? താങ്ക് യു സ്മൃതി. ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് 4 പോയിന്റിലേക്ക് ചുരുക്കാം. ഒന്ന്, നിലമ്പൂർ MLA ശ്രീ PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. അതേ PV അൻവർ തന്നെ ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. മൂന്നാമതായിട്ട് അൻവറിൻ്റെ ആക്ഷൻസ്. നാലാമതായിട്ട് അതിൻ്റെ ഗവൺമെൻറ് റെസ്പോൺസ്, ഈ അലിഗേഷൻസ്. ഇങ്ങനെ 4ആയി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ കാര്യം നമുക്കെടുക്കാം. PV അൻവർ ADGP അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഒന്ന്, അദ്ദേഹം കൊലപാതകത്തിന് കൂട്ടുന്നു, അല്ലെ കൊലപാതകം ചെയ്യിച്ചു എന്ന്. യാതൊരു തെളിവുകളും അദ്ദേഹത്തിന് ഹാജരാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് തരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം കസ്റ്റംസ് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹം ഹാജരാക്കിയോ? മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരടക്കമുള്ള ആൾക്കാരുടെ ഫോൺ ചോർത്തുന്നു. ആരായി പറഞ്ഞെന്ന് ഞാൻ പിന്നീട് വരാം, മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് പറയാം. ഈ മൂന്ന് പോയിന്റിനും തന്നെ യാതൊരു തരത്തിലുള്ള എവിഡൻസോ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും ഒരു തെളിവുകളോ ഒരു പോയിന്റുകളോ കൊടുക്കാനായിട്ട് PV അൻവറിന് സാധിച്ചിട്ടില്ല. നാലാമത്തെ പോയിന്റ്, ഒരു സ്പെസിഫിക് അലിഗേഷനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. MR അജിത് കുമാർ 10 സെൻറ്റ് സ്ഥലം കവടിയാറിൽ ലക്ഷക്കണക്കിന് രൂപ സെൻറ്റിനുള്ളതായ സ്ഥലം വാങ്ങിച്ചു എന്നുള്ളത്. നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. 2004 അദ്ദേഹം തിരുവനന്തപുരം കൊട്ടാരത്തിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതിന് മുഴുവൻ സംഖ്യയും സ്റ്റാമ്പ് ഡ്യൂട്ടിയായി കാണിച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം കൊട്ടാര സദൃശ്യമായ ഒരു വീട് പണിയുന്നു, 12,000 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് 4,000-ലേക്ക് ചുരുങ്ങി. ഇനിയും ചുരുങ്ങുമോ എന്നുള്ളത് നമുക്കറിയില്ല. 3 സ്റ്റോറിയുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നു. ഞാൻ അന്വേഷണം നടത്തി വേണ്ട രീതിയിൽ ചോദിച്ചു. അപ്പോഴും മനസ്സിലായി 4,700 ആയിക്കോട്ടെ. ഈ 35 വർഷം സർവീസുള്ളതായ 35 വർഷം 6,700 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥ 6,700 ഒരു വീട് പണിയണമെങ്കിൽ ഒരു 1.5 കോടി രൂപയോ 2 കോടി രൂപയോ വേണ്ടി വരും. 1.5 കോടി രൂപ അദ്ദേഹം SBIയിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്. ഈ സ്പെസിഫിക് അലിഗേഷൻ ഈസ് റെഫ്യൂട്ടഡ് ആൻഡ് നോട്ട് പ്രൂവ്ഡ് ആൻഡ് ഡിസ്പ്രൂവ്ഡ്. ഇതാണ് അൻവറിൻ്റെ ഒരു അലിഗേഷൻ. നമ്പർ 2, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആക്ഷേപം. അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അലിഗേഷൻ, മുഖ്യമന്ത്രി ഇട്ട ഓർഡറുകൾ തിരുത്തിയോ, മുഖ്യമന്ത്രി ഇട്ട ഏതെങ്കിലും ഓർഡറുകൾ അനുസരിച്ചിരുന്നോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇട്ടതായ ഏതെങ്കിലും ഉത്തരവുകൾ അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സമയത്ത് പാസ് ചെയ്യാതിരുന്നോ? ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അലിഗേഷൻ P ശശിക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം P ശശിയെ സംബന്ധിച്ചിടത്തോളം P ശശി വളരെ ഇൻ്റലിജൻ്റ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, ആൻഡ് ഹീസ് എഫിഷ്യൻ്റ് ഓൾസോ. ആ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് യോഗ്യനായിട്ട് ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ അൻവർ കാരാട്ട് റസാക്ക് ജലീലിൻ്റെ ആ അച്ചുതണ്ടിനെ അവിടെ സ്വാധീനം കുറഞ്ഞു. നേരത്തെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുള്ള സമയത്ത് അവിടെ ഉള്ളതായ അവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും കൃത്യമായി പഠിക്കുന്ന ഒരു മനുഷ്യനാണ് P ശശി. ആരെ എവിടെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ഏത് തരത്തിൽ സർക്കാരിന് അനുകൂലമായിട്ടും പാർട്ടിക്ക് അനുകൂലമായിട്ടും കൊണ്ടുവരണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ തന്നെയാണ്. അവിടെ ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ അച്ചുതണ്ട് മറ്റൊരു ADGPക്കെതിരായിട്ടുള്ള ഒരു റെവലേഷൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പുറത്തു വരുമെന്നറിയില്ല. എന്താ കാരണം? ഇന്ന് AMVA ഗ്രൗണ്ടിലേക്ക് അയക്കരുത്, ഇന്ന് MVAയെ നിങ്ങൾ ടെസ്റ്റിന് അയക്കാൻ പാടില്ല, ഈ രീതിയിൽ പറയുന്ന സമയത്ത് അത് അനുസരിക്കാത്ത ADGPമാരാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം.
താങ്കൾ ഈ പറയുന്ന വാദത്തിന് അംഗീകരിക്കുകയാണെങ്കിൽ ശ്രീ ബാലകൃഷ്ണൻ ഒരു ഇടയ്ക്കുന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മുഖ്യമന്ത്രിക്ക് അവരോട് നല്ല താല്പര്യമുണ്ടെങ്കിൽ ആ പരാതി ഉന്നയിക്കുന്നവരുടെ പരാതി കേൾക്കാൻ പോലും തയ്യാറാകുകയില്ല എന്ന് മാത്രമല്ല അതിശക്തമായി അതിനോട് പ്രതികരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ സേനയുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിലും പോലീസ് സേനയുടെ മനോവീര്യം തകർക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ഓർക്കുന്നില്ലേ? നമുക്കറിയോ, അത് അൻവറിനും മുഖ്യമന്ത്രിക്കും മാത്രമേ അറിയൂ. മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് നമുക്ക് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖഭാവം എന്താണെന്ന് അറിയില്ല. പിന്നെ അദ്ദേഹം എല്ലാ സമയത്തും അങ്ങനെ മുഖം വീർപ്പിക്കുകയോ അല്ലെങ്കിൽ മുഖം ചെയ്യില്ല. അദ്ദേഹം മുഖ്യമന്ത്രി വളരെ ഇന്റലിജന്റ് ആയ ആളാണ്. അദ്ദേഹത്തിന് പി വി അൻവറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പി വി അൻവറിന് വേണ്ടുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല. ഈ നടക്കാത്തതായ ആളുകളുടെ ബേജാറും ബന്ധപ്പാടുമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ള ആക്ഷേപത്തിൻ്റെ പ്രധാന കാരണം. അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾക്കറിയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ, ഇതിനു മുമ്പ് 2 പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഓഫീസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ അവിടെ എന്തുമാത്രം അടുക്കും ചിട്ടയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അജിത് കുമാർ എന്ന് പറയുന്നതായ അവർ പറഞ്ഞാൽ കേൾക്കാത്തതായ ഈ അച്ചുതൊണ്ടുകൾ പറഞ്ഞ് കേൾക്കാത്തതായ ഈ അച്ചുതൊണ്ടിന് പ്രത്യേകതയുണ്ട്. ഇവരെപ്പോഴാണ് CPIM-ലേക്ക് വന്നതെന്നും വന്ന സാഹചര്യം എന്താണെന്നും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തിനാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ ഡ്യൂബിയസ് ആണ്, ഡൗട്ട്ഫുൾ ആണ്. അതിരിക്കട്ടെ, മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പി വി അൻവറിൻ്റെ റെസ്പോൺസ് നിങ്ങൾ അറിയണം, മനസ്സിലാക്കേണ്ടവരുണ്ട്. സ്മൃതി ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയുടെ ഫോൺ ഞാൻ ചോർത്തി എന്ന് മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഇത് മണിക്കൂർ 100 ആകുന്നു. ഇന്ന് വരെ അൻവറിൻ്റെ പേരിൽ ഒരു നടപടി എടുത്തിട്ടില്ല. ADGPയുടെ ഭാര്യയായി പോയി എന്നൊരു കാരണം കൊണ്ട് ആ സ്ത്രീ എന്തിനു സഹിക്കണം? നാളെ സ്മൃതി അൻവറുമായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഉടക്കിയാൽ സ്മൃതിയുടെ ഫോണും ഇതുപോലെ വരട്ടാപ്പിയില്ലേ? ആരധികാരം കൊടുത്തു? എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഇതിന് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് വനിതാ സംഘടനകൾ പ്രതികരിച്ചില്ല? ADGPന്റെ ഭാര്യ ആയതുകൊണ്ട് അവരൊരു വനിതയല്ലേ? ഒരു വനിതക്കെതിരായിട്ടുള്ള അട്രോസിറ്റി അല്ലേ അത്? അതിന് നടപടി എടുക്കണ്ടേ? സ്മൃതി മറുപടി പറയാനുള്ള സമയം തരണേ കുറച്ച്. നമുക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ രാജു പി നായർ ഇപ്പോൾ ഒരു കോൾ വന്നാണ്. ശ്രീ രാജു പി നായർ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പി ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ജീവന് ഭയമുണ്ട്. ശരി, ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ വലിയ വെളുപ്പിക്കൽ നടക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഓർമ്മിക്കാം. പി ശശിക്കുള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ തന്നെ CPI കൊടുത്തിട്ടുണ്ട്. പി ശശിക്കുള്ള ക്വാളിഫിക്കേഷൻ നേരത്തെ തന്നെ CPI കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകളുടെ പരാതി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പാർട്ടിയിൽ നിന്ന് തന്നെ മുൻപ് പുറത്താക്കപ്പെട്ട വ്യക്തിയാണല്ലോ. അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് എന്നെ രോഗാതുരനാക്കിയെന്നാ പറഞ്ഞത്. ഇല്ലേ? ഇനി സ്മൃതി ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ ADGPയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് P വിജയനെ സസ്പെൻഡ് ചെയ്തത്? IPS ആയിരുന്നല്ലോ. ഒരു പേരത്തൂർ തീവെപ്പ് കേസിലെ പ്രതി തിരിച്ചു വന്നപ്പോൾ ആ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് P വിജയനെ സസ്പെൻഡ് ചെയ്തല്ലേ? ആരാ സസ്പെൻഡ് ചെയ്തത്? ADGP അജിത് കുമാർ. ഇല്ലേ? ഇവിടുത്തെ പിണറായി നിരീക്ഷകന് നാണമുണ്ടോ ഇതൊന്ന് പറയാനായിട്ട്? നമുക്ക് കാത്തിരിക്കാം. ശ്രീ രാജു പി നായർ ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കും. നമുക്ക് അടുത്ത ദിവസം എന്തായാലും ഇതിന്റെ തുടർച്ചയുണ്ടാകും. നമുക്ക് നോക്കാമല്ലോ. 4-5 ദിവസത്തിനുള്ളിൽ ADGPയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ശ്രീ ജയേന്ദ്രൻ പറയുന്നത്. നമുക്ക് നോക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.